നമസ്കാരം. ശനിയും ശുക്രനും ചേർന്ന് സവിശേഷമായ യോഗം സൃഷ്ടിച്ചിരിക്കുകയാണ്. നിലവിൽ ശുക്രൻ മകരം രാശിയിലാണ് ഉള്ളത്, ശനി കുംഭം രാശിയിലും. എന്നാൽ ഇരു ഗ്രഹങ്ങളും ഇപ്പോൾ 45 ഡിഗ്രിയിൽ നിലകൊള്ളുന്നതായ സമയമാണ്. ഈ പ്രത്യേക കോണളവ് അർദ്ധകേന്ദ്ര ദൃഷ്ടി എന്ന് ജ്യോതിഷത്തിൽ പരാമർശിക്കുന്നതാകുന്നു. അർദ്ധകേന്ദ്ര ദൃഷ്ടി യോഗം പൊതുവെ ഗുണകരം തന്നെയാകുന്നു. ഏതെല്ലാം രാശിക്കാർക്കാണ് ഇത്തരത്തിൽ ശനിയും ശുക്രനുമായി ബന്ധപ്പെട്ട് ചേർന്ന് സൃഷ്ടിക്കുന്ന ഈ യോഗം ഗുണകരമായി മാറുക എന്ന് വിശദമായി തന്നെ മനസ്സിലാക്കാം. കന്നിരാശി. കന്നിരാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ശനിയും ശുക്രനും നൽകുന്നതായ അർദ്ധ കേന്ദ്രയോഗം ഏറ്റവും ശുഭകരമായ ഫലങ്ങൾ നൽകുന്നതായ സമയമാകുന്നു. കാരണം ഇവരുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ പ്രത്യേകിച്ചും സംഭവിക്കുന്നതാണ്. ഏറെ കാലമായി തടസ്സപ്പെട്ടിട്ടുള്ള ജോലികൾ പുനരാരംഭിച്ച് മുന്നോട്ട് പോകുവാൻ ഇവർക്ക് സാധിക്കുന്നതാണ്. കൂടാതെ ഈ സമയം വലിയ അധ്വാനം കാഴ്ചവയ്ക്കുന്നതായ കാര്യങ്ങളിൽ വളരെയധികം നേട്ടങ്ങൾ, അനുകൂലമായ കാര്യങ്ങൾ സംഭവിക്കാം. പ്രതിഫലവും അംഗീകാരവും ഇവരെ തേടി എത്തുന്നതായ സമയമാകുന്നു. മാനസികപരമായി സന്തോഷവും സംതൃപ്തിയും ജീവിതത്തിലേക്ക് കടന്ന് വരുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ജോലിയുമായി ബന്ധപ്പെട്ട് ഉയർച്ച, മറ്റു നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതുമാണ്. പഴയ നിക്ഷേപങ്ങളുമായി ബന്ധപ്പെട്ട് ലാഭം നിങ്ങളെ തേടിയെത്തും എന്നതാണ് വാസ്തവം. കൂടാതെ സാമ്പത്തിക സ്ഥിതി നിങ്ങൾക്ക് മെച്ചപ്പെടുത്തുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉള്ളത്. ശനിയുടെ അനുഗ്രഹം ഉള്ളതിനാൽ തന്നെ ഇവർക്ക് കാര്യങ്ങളിൽ വിജയങ്ങൾ, വളരെ കാലമായി അനുഭവിക്കുന്നതായ കാര്യ തടസ്സങ്ങൾ ഒരു പരിധി വരെ ജീവിതത്തിൽ നിന്നും ഒഴിഞ്ഞു പോവുകയും കാര്യവിജയങ്ങൾ ജീവിതത്തിലേക്ക് കടന്ന് വരികയും ചെയ്യാം. ദാമ്പത്യ ജീവിതത്തിൽ സന്തോഷകരമായ നിമിഷങ്ങൾ, കാര്യങ്ങൾ സംഭവിക്കാവുന്നതാണ്. പങ്കാളികൾക്കിടയിൽ ഐക്യം വർദ്ധിക്കുന്നതായ സാഹചര്യം വന്നു ചേരും. ആരോഗ്യം മെച്ചപ്പെടുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ഏറെ കാലമായി അലട്ടിയിരുന്നതായ പല പ്രശ്നങ്ങളും, പല രോഗങ്ങൾക്കും പ്രതിവിധി കണ്ടെത്തുവാൻ അഥവാ ആശ്വാസം കണ്ടെത്തുവാൻ സാധിക്കുന്നതാണ്. ചികിത്സിച്ച് അതെല്ലാം പരിഹരിക്കുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരും. മനസ്സിന് അലോസരപ്പെടുത്തുന്നതായ പലവിധ ചിന്തകൾക്കും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുന്നതായ സാഹചര്യം എന്ന പ്രത്യേകതയുണ്ട്. നിക്ഷേപങ്ങളിൽ നിന്നും ലാഭം വർദ്ധിക്കാം. മറ്റു വ്യക്തികളുടെ സഹായം നിങ്ങൾക്ക് ലഭിക്കുന്നതായ സാഹചര്യങ്ങളും ജീവിതത്തിലേക്ക് കടന്ന് വരാവുന്നതാണ്. ജോലിയുമായി ബന്ധപ്പെട്ട് നടത്തുന്നതായ ശ്രമങ്ങൾ ഫലം കാണും എന്ന് തന്നെ പരാമർശിക്കാം. കാരണം ലഭിക്കാനുള്ള ജോലി അത് നിങ്ങൾക്ക് തടസ്സങ്ങൾ കൂടാതെ വന്നു ചേരാം. അല്ലെങ്കിൽ താൽക്കാലികമായ ജോലിയാണ് എങ്കിലും ലഭിക്കാനുള്ള സാധ്യതകൾ ഈ സമയം കൂടുതൽ തന്നെയാകുന്നു. പല വ്യക്തികളുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരിക്കുന്നതായ ശത്രുദോഷങ്ങളെ ഒരു പരിധി വരെ തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം എന്ന പ്രത്യേകതയുമുണ്ട്. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ മുന്നോട്ട് പോവുക. കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അനുകൂലമായി തീരും. ഇടവം രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് അർദ്ധ കേന്ദ്രയോഗം ഗുണകരമായി ഭവിക്കുന്ന സമയമാകുന്നു. ഈ രാശിയിൽ ജനിച്ച വ്യക്തികൾക്ക് ആത്മീയ കാര്യങ്ങളിൽ താല്പര്യം വളരെയധികം വർദ്ധിക്കുന്നതായ സാഹചര്യങ്ങളാണ് ഉണ്ടാവുക. ഈ സമയം തീർത്ഥയാത്രകൾ, ആഗ്രഹിക്കുന്നതായ തീർത്ഥയാത്രകൾ നടത്തുവാനുള്ള സാധ്യതകൾ കൂടുതലാകുന്നു. പുണ്യക്ഷേത്രങ്ങൾ, പുണ്യസ്ഥലങ്ങൾ കുടുംബത്തോടൊപ്പം ദർശിക്കുവാൻ അല്ലെങ്കിൽ സന്ദർശിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. ജോലിയിൽ നിരവധിയാർന്ന അവസരങ്ങൾ നിങ്ങൾക്ക് വന്ന് ചേരുന്നതാകുന്നു. ജോലിയുമായി ബന്ധപ്പെട്ട് നേട്ടങ്ങൾ വന്നു ചേരാം. ഉത്തരവാദിത്തങ്ങൾ വർദ്ധിക്കും എങ്കിൽ പോലും കൃത്യമായി തന്നെ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പ്രശംസ നൽകുവാൻ സാധിക്കുന്നതായ രീതിയിൽ അത്തരം കാര്യങ്ങൾ പൂർത്തീകരിക്കുവാൻ സാധിക്കും. കരിയറുമായി ബന്ധപ്പെട്ട് വളർച്ച വന്നു ചേരാം. ബിസിനസ്സുമായി ബന്ധപ്പെട്ട് അല്പം നേട്ടങ്ങൾക്കുള്ള സാധ്യതയുണ്ട്. ചില നഷ്ടം വരുന്ന കാര്യങ്ങൾ ഒഴിവാക്കി മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങൾ വന്നു ചേരാം. യാത്രകൾ നിങ്ങൾക്ക് അനുകൂലമായി ഭവിക്കാം. യാത്രകൾ നടത്താനുള്ള അവസരങ്ങൾ വന്നു ചേരാം. ചിലവുകൾ വർദ്ധിക്കുവാനുള്ള സാധ്യതകളുണ്ട് എങ്കിലും സാമ്പത്തിക സ്ഥിതി അനുകൂലമായി ഭവിക്കാം. കാരണം തൊഴിൽപരമായോ ബിസിനസ് പരമായോ കൈകളിലേക്ക് ധനം വന്നു ചേരാം.
എന്നിരുന്നാലും ചിലവിന്റെ കാര്യം അല്പം കൂടി ശ്രദ്ധിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. സാമ്പത്തികപരമായ അല്പം നേട്ടങ്ങൾ, സാമ്പത്തികപരമായ സഹായങ്ങൾ, മറ്റ് സഹായങ്ങൾ, പിന്തുണ ലഭിക്കാനുള്ള സാധ്യതകളുണ്ട്. ജോലിയുമായി ബന്ധപ്പെട്ട ശ്രമങ്ങൾ നടത്തുകയാണ് എങ്കിൽ അതിൽ പരാജയപ്പെടില്ല എന്ന കാര്യം പ്രത്യേകം ഓർക്കുക. എങ്കിലും ചെലവുകൾ നിയന്ത്രിക്കേണ്ടത് അനിവാര്യം തന്നെയാകുന്നു. ആരോഗ്യപരമായ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരാം. ആരോഗ്യപരമായ പ്രയാസങ്ങൾ ഒരു പരിധിവരെയെങ്കിലും തരണം ചെയ്ത് മുന്നോട്ട് പോകുവാൻ സാധിക്കും. ദാമ്പത്യ ജീവിതവുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരാം. പല തർക്കങ്ങളും പരിഹരിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യമാണ് ഉണ്ടാവുക. ഈ സമയം പ്രത്യേകിച്ചും രോഗങ്ങളിൽ നിന്നും അല്പം ആശ്വാസം ലഭിച്ച് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നതായ സാഹചര്യങ്ങളാണ് വന്നു ചേരുക. പൊതുവിൽ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമായി തീരും. ശരിയായ രീതിയിൽ ചിന്തിച്ച് നിങ്ങൾ പ്രവർത്തിക്കുവാൻ ശ്രമിക്കുക. മറ്റൊരു രാശിയായി പരാമർശിക്കുവാൻ സാധിക്കുന്നത് കുംഭം രാശിയാണ്. കുംഭം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ശനി ശുക്ര അർദ്ധകേന്ദ്ര യോഗം കാരണം ജീവിതത്തിൽ സൗഭാഗ്യങ്ങൾ, ഐശ്വര്യങ്ങൾ ലഭിക്കുന്നതായ മറ്റൊരു രാശി കുംഭം രാശി തന്നെയാണ്. ഇവർക്ക് പ്രത്യേകിച്ചും കുടുംബവുമായി ബന്ധപ്പെട്ട് അനുകൂലമായ കാര്യങ്ങൾ വന്നു ചേരാം. കുടുംബ സൗഖ്യം ഫലമായി വന്നു ചേരാം. കുടുംബത്തിലെ ചില പ്രശ്നങ്ങൾ അല്ലെങ്കിൽ പങ്കാളിയുമായി ബന്ധപ്പെട്ട തർക്കങ്ങൾ പരിഹരിക്കുവാൻ സാധിച്ചു എന്ന് വരാം. സമാധാനം അല്പമെങ്കിലും ലഭിക്കുവാൻ സാധ്യത അല്പം കൂടുതലുള്ള സമയം തന്നെയാണ് ഇത്. അർദ്ധകേന്ദ്ര യോഗത്തിലൂടെ ഇത്തരം കാര്യങ്ങൾ വന്നു ചേരാം. കൂടാതെ ജീവിതത്തിൽ ചില ലക്ഷ്യങ്ങളുണ്ട് എങ്കിൽ ആ ലക്ഷ്യത്തിനായുള്ള പരിശ്രമങ്ങൾ ഒരു പരിധിവരെയെങ്കിലും വിജയിക്കുവാനുള്ള സാധ്യതകളുണ്ട്. ചില കാര്യങ്ങളെങ്കിലും അനുകൂലമായി ഭവിക്കാനുള്ള സാധ്യതകൾ വന്നു ചേരും. ജോലിയുമായി ബന്ധപ്പെട്ട് വിദേശവുമായി ബന്ധപ്പെട്ടാണ് എങ്കിൽ പോലും അനുകൂലമായ കാര്യങ്ങൾ ജീവിതത്തിലേക്ക് വന്നു ചേരാം. ജോലി ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. നാട്ടിലാണ് എങ്കിലും താൽക്കാലിക ജോലികൾ ലഭിക്കാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. കരിയറുമായി ബന്ധപ്പെട്ട് ഉയർച്ച നേടുവാൻ സാധിക്കുന്നതായ അവസരങ്ങൾ വന്നു ചേരും. ചില യാത്രകൾ ചെയ്യുവാൻ ആഗ്രഹം അല്ലെങ്കിൽ ചില സ്ഥലങ്ങൾ സന്ദർശിക്കുവാനുള്ള ആഗ്രഹങ്ങളുണ്ട് എങ്കിൽ അത്തരം കാര്യങ്ങൾ അനുകൂലമായി തീരാം. പുണ്യസ്ഥലങ്ങൾ, ക്ഷേത്രങ്ങൾ ദർശിക്കുവാനുള്ള അവസരങ്ങൾ വന്നു ചേരും. സാമ്പത്തിക സ്ഥിതി പൊതുവെ ഗുണകരമായിരിക്കും. എന്നിരുന്നാൽ പോലും ചിലവുകൾ അധികരിക്കുവാനുള്ള സാധ്യതകൾ കൂടുതൽ തന്നെയാകുന്നു. ആരോഗ്യ കാര്യത്തിൽ അല്പം കൂടി ശ്രദ്ധ പുലർത്തേണ്ടത് അനിവാര്യം തന്നെയാണ്. ആരോഗ്യ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പുലർത്തണം എന്ന് തന്നെ പരാമർശിക്കാം. കൂടാതെ ഈ സമയം ചില വ്യക്തികളുമായി ബന്ധപ്പെട്ട് സഹായം നിങ്ങൾക്ക് ലഭിക്കാവുന്നതുമാണ്. ലോൺ, ചിട്ടി തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾക്ക് അനുകൂലമാവുകയോ അല്ലെങ്കിൽ മറ്റു വ്യക്തികളുടെ പിന്തുണയാൽ പല കാര്യങ്ങളും ശരിയായ രീതിയിൽ പൂർത്തീകരിക്കുവാൻ സാധിച്ചു എന്ന് തന്നെ വരാം. കൂടാതെ ഈ സമയം സുഹൃത്തുക്കളുമായി ബന്ധപ്പെട്ട് ഓർത്തിരിക്കുവാൻ സാധിക്കുന്നതായ ചില കാര്യങ്ങൾ സംഭവിക്കാവുന്നതുമാണ്. പങ്കാളിയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ സാധിക്കുന്നതിനോടൊപ്പം പങ്കാളിയുമായി സന്തോഷകരമായ നിമിഷങ്ങൾ വന്നു ചേരുവാനുള്ള സാധ്യതകൾ വളരെ കൂടുതൽ തന്നെയാകുന്നു. ഈ സമയം പ്രത്യേകിച്ചും ശ്രദ്ധിക്കേണ്ടത് ശത്രുദോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ നിന്നും അല്പം മോചനം ലഭിക്കുന്നതിനാൽ വന്നു ചേരുന്ന അവസരങ്ങൾ ശരിയായ രീതിയിൽ വിനിയോഗിക്കണം എന്ന് തന്നെയാകുന്നു. കൂടാതെ ഈ സമയം ആരോഗ്യവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നതായ ചില ആശങ്കകൾ ഒരു പരിധിവരെ ഒഴിവാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതായ സമയം കൂടിയാകുന്നു. ഈ സമയം ശരിയായ രീതിയിൽ ചിന്തിച്ച് പ്രവർത്തിക്കുവാൻ നിങ്ങൾ ശ്രമിക്കുക.